നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. ICL ഒന്നിച്ചോണം പൊന്നോണം ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ബിഗ് സ്ക്രീൻ അവാർഡ് നൈറ്റ് സംസ്ഥാന യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA മുഖ്യാതിഥിയായിരുന്നു. ICL ഫിൻകോപ്പ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് KG അനിൽകുമാർ, CEO ഉമ അനിൽകുമാർ, ഡയറക്ടർ അമൽജിത്ത്, പ്രമുഖ ചലച്ചിത്ര താരങ്ങൾ എന്നിവർ പങ്കെടുത്തു. സമ്മേളനാനന്തരം ചലച്ചിത്ര താരം ആശ ശരത് അവതരിപ്പിച്ച നൃത്തവിരുന്ന് അരങ്ങേറി. ഈ ചടങ്ങിൽ നേതൃത്വം കൊടുക്കുന്ന ICL ഇന്ന് വളരെ പ്രബലമായ രീതിയിലാണ് ഇരിങ്ങാലക്കുടയിൽ ഓണാഘോഷം സംഘടിപ്പിക്കപ്പെടുന്നത്. മാത്രമല്ല ഒരു വലിയ സാംസ്കാരിക എല്ലാവരും കൂടി കഴിഞ്ഞിട്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ സംഘടിപ്പിക്കുന്നത്. റാലിക്ക് മുമ്പായി എത്തിച്ചേരാമെന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എത്താൻ സാധിക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്നും ഒട്ടുപോലും കുറവില്ലാത്ത ഒരു വലിയ വിപുലമായ സമ്മേളനമാണ് അവാർഡിലേക്കാണ് നടക്കുന്നത്. ICL ഇരിങ്ങാലക്കുട മാത്രമല്ല, ഇന്ന് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ 15 സംസ്ഥാനങ്ങളിലേക്ക് തന്നെ പഠനം അവതരിച്ച് കിടക്കുന്ന ഒരു വലിയ സാമ്പത്തിക പഠനമാണ്. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ കേരളത്തിലെ നാഗരികതയോടുള്ള വളരെ നിർണായകമായ 4 അങ്ങനെ ബിഗ് സ്ക്രീനിൽ ഒരുപാട് കുട്ടികൾ കുട്ടികളൊക്കെ വാഴുന്നത് വെച്ച് എനിക്ക് ഇങ്ങനൊരു പുരസ്കാരം സ്വീകരിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷവും അഭിമാനവുമുണ്ട്. കാരണം ഇപ്പോൾ ഇതുപോലുള്ള വലിയ ഫിലിമോത്സവത്തെ വലിയ താല്പര്യമാണ്. വല്ലപ്പോഴും മാത്രമേ ഈ ലെവൽ കൗൺസിൽ ഫോർ ദി ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരുന്ന CISE ദേശീയ ടേബിൾ ടെന്നീസ് ടൂർണമെന്റിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കർണാടക ഗോവ റീജിയനുകൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പിന് അർഹരായി. അണ്ടർ 40s വിഭാഗത്തിൽ മഹാരാഷ്ട്രയും, അണ്ടർ 17 വിഭാഗത്തിൽ കർണാടകയും, ഗോവയും, അണ്ടർ 19 വിഭാഗത്തിൽ നോർത്ത് ഈസ്റ്റും ജേതാക്കളായി. 16 റീജിയനുകളിൽ നിന്നുമായി 250ഓളം കായിക താരങ്ങൾ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പിന്റെ സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജിതിൻ മൈക്കിൾ, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഷിബു ഡേവിസ്, സ്പിരിച്വൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ സെബാസ്റ്റ്യൻ ഒറ്റപ്ലാക്കൽ, PTA പ്രസിഡന്റ് ഷാരിക ശിവപ്രസാദ്, സ്പോർട്സ് കോർഡിനേറ്റർ ബിന്ദു ബാബു, ടേബിൾ ടെന്നീസ് കോച്ച് സോമു ബാനർജി എന്നിവർ പങ്കെടുത്തു. സ്കൂൾ ഡയറക്ടർ ഫാദർ ഇമ്മാനുവൽ വട്ടക്കുന്നേൽ സ്വാഗതവും ASI SC സെക്രട്ടറി ഫാദർ ഷീനോ കളപ്പുരിക്കൽ നന്ദിയും പറഞ്ഞു. Whether you win a place today or tomorrow, you are nominated for reaching
unique and original part of the music. But as part of the message, I'm sure clearly if you gave it a hand. I want to congratulate the variety that he he played hard, respected the players, and always tried to do the best. With these kids, ഇരിങ്ങാലക്കുട കത്തീഡ്രൽ സീനിയർ പാരിഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജോസ് കോമ്പാറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കത്തീഡ്രൽ ട്രസ്റ്റി ജോമി ചേറ്റുപുഴക്കാരൻ, വിൻസെന്റ് കണ്ടംകുളത്തി, പോളി ആലങ്ങാടൻ എന്നിവർ പങ്കെടുത്തു. KM ജോസ് സ്വാഗതവും ലിസി ജോൺസൺ നന്ദിയും പറഞ്ഞു. ഓണം ഒരു ദേശീയോത്സവം, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയോത്സവം. ആ ദേശീയോത്സവം എന്നാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും പറയാൻ സാധിക്കും. ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിച്ചത് 1964 പട്ടംതാണുപിള്ളയുടെ ഗവൺമെൻറ്റാണ് ഓണത്തെ ദേശീയോത്സവമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത്. അന്നായിരുന്നു 1964. അതിനുശേഷം തീർച്ചയായിട്ടും മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മക്കളും അത് ലോകത്തിൻ്റെ ഏത് ദിക്കിലായി കഴിഞ്ഞാലും അത് ഓണം ആഘോഷിക്കുന്ന ഒരു പതിവുണ്ട്. ഒന്നുമില്ലെങ്കിൽ അന്ന് കുറച്ച് പായസമൊക്കെ വെച്ച് ഇത്തിരി സാമ്പാറുണ്ടാക്കി ഇത്തിരി അവിയലും പറ്റുകയാണെങ്കിൽ ഒരു വാഴല സംഘടിപ്പിച്ച് അത് കൊണ്ടുവന്ന് അതിൽ വിളമ്പി താഴത്തിരുന്ന്, ഇപ്പം താഴത്തിരിക്കുന്ന പതിവില്ല, മേശയിലാണെങ്കിൽ മേശയിലിരുന്ന് ഇലയിൽ ചോറുണ്ണുന്ന ഒരു ശീലം നമ്മുടെ മലയാളികൾക്കുണ്ട്. അത് ഒരുപാട് ഓർമ്മകളാണ് ഇതിനെ കൊടുക്കുന്നത്. ഓണം ഒരു സങ്കല്പമാണ്, ഒരു ഐതിഹ്യമാണ്. ചരിത്ര വസ്തുതകളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചരിത്രങ്ങളാണ് ഈ കേരളത്തെക്കുറിച്ച് പറയുന്നത്. നമുക്കതിലേക്കൊന്നും പോകണ്ട. പക്ഷെ ഞാൻ അതിൽ കാണുന്ന ചില മൂല്യങ്ങളുണ്ട്. സങ്കല്പം, ഓരോ സങ്കല്പത്തിൻ്റെയും പുറകിൽ ദർശനങ്ങൾ. മഹാബലി എന്ന ഒരു രാജാവ് സ്വർഗരാജ്യത്തിൻ്റെ ഭരണത്തെ പോലും മറികടക്കുന്ന തരത്തിലുള്ള പ്രശംസനീയമായിട്ടുള്ള രാജഭരണം കാഴ്ചവെച്ച ഒരു രാജാവ്. പ്രജകളെയും ഈശ്വരന്മാരെയും, ഹൈന്ദവ വാക്കുകളിലാണ് ഞാനത് പറയുക, ഈശ്വരന്മാരെയും ആദരിച്ചുകൊണ്ടുള്ള ഒരു രാജാവ്. ആ രാജാവാണ് നമുക്ക് മാതൃക നൽകുന്ന രാജാവ്, സ്വീകാര്യനായിട്ടുള്ള രാജാവ്. അതാണ് രാജാവ്. അതുകൊണ്ട് പ്രജകളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രജയായി തൻ്റെ മുമ്പിൽ അവതരിച്ച മഹാവിഷ്ണു വാമനൻ രൂപത്തിൽ, ചെറിയ മനുഷ്യന്റെ രൂപത്തിൽ അവതരിച്ച് ഈ ആത്മാർത്ഥതയുള്ള സത്യസന്ധനായിട്ടുള്ള രാജാവിനെ ഒരു തരത്തിൽ പറഞ്ഞാൽ വഞ്ചിക്കുകയായിരുന്നു. ഇരിങ്ങാലക്കുട ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CS അബ്ദുൽ ഹഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി TV ചാർലി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലുകാരൻ, മണ്ഡലം പ്രസിഡന്റ് ജോമോൻ മാണാത്ത്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോണി പോൾ മാവേലി, മുനിസിപ്പൽ കൗൺസിലർമാരായ MS ദാസൻ, സുരഭി വിനോദ്, ശ്രീലക്ഷ്മി മനോജ്, ജോസ്മി ഷാജു എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ഓണാഘോഷത്തിൻ്റെ തിമിർപ്പിലാണ് എല്ലാ പ്രദേശങ്ങളിലും, പല മേഖലകളിലായി എല്ലാ വിഭാഗം ആളുകളും ഏറ്റവും സന്തോഷത്തോടും അതോടൊപ്പം തന്നെ അഭിമാനത്തോടു കൂടി പങ്കെടുക്കുന്ന കേരളത്തിൻ്റെ ഉത്സവമാണ് ഓണാഘോഷം. നമ്മുടെ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 2-3 വർഷങ്ങളായി നമ്മൾ മുടങ്ങാതെ കോവിഡിന് ശേഷം നമ്മൾ നിർവഹിച്ചു വരുന്നുണ്ട്. വളരെ ആവേശം തരുന്ന ഒരു ഓണാഘോഷം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇരിങ്ങാലക്കുട ടൗൺ മണ്ഡലം കമ്മിറ്റി ഇതുവരെ നടന്നിട്ടുള്ളത്. കുറിയടി മത്സരവും വടംവലി മത്സരവും അടക്കമുള്ള
എല്ലാ ഈ ഓണക്കാലത്തെ കളികളൊക്കെ നമ്മളിവിടെ നടത്താറുണ്ട്. ഇനിയിപ്പോൾ എല്ലാം പഴയ കാലത്തേക്ക് കണ്ടു പോകാൻ പറയാൻ പറ്റില്ല. നമ്മൾ മാവേലി നാടുവാണിയുടെ കാലത്തെ കുറിച്ചുള്ള നമ്മുടെ ഒരു സങ്കല്പമുണ്ട്. എല്ലാം മനുഷ്യരുണ്ടാവുന്ന ഒരുപോലെ കഴിഞ്ഞിട്ടുണ്ടാവും. കള്ളനാണയവും കള്ളപ്പുറയും ഇല്ലാതെ കള്ളങ്ങളിൻ്റെ ശല്യമില്ലാത്ത ഒരു രാജ്യം നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് എങ്ങനെ സാധിക്കും? അതിന് നേതൃത്വം കൊടുക്കേണ്ടത് രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായിട്ടുള്ള നമ്മുടെ പാർട്ടി തന്നെയാണ്. അപ്പോൾ ആ ദൗത്യം നമുക്ക് ഈ ഓണക്കാലത്ത് ഏറ്റെടുക്കാം. നാടിൻ്റെ നന്മയ്ക്കും നാട്ടുകാരുടെ ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ സ്വന്തം പ്രവർത്തനം കുറേ കൂടി ദൃഢമായി കുറേ കൂടി സമൂഹത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനുള്ള ദൗത്യം ഈ ഓണനാളിൽ വിളിച്ചെടുത്ത് നമ്മുടെ ഓണാഘോഷം സമൂഹത്തിൻ്റെ ഓണാഘോഷമാക്കി ആ ഓണാഘോഷം മുഴുവൻ സമൂഹത്തിനെ പങ്കെടുപ്പിക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാ സഹപ്രവർത്തകർക്കും നിറഞ്ഞ ഓണത്തിൻ്റെ എല്ലാ മംഗളവും മാവേലിയായി വേഷമിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസലി ഫ്രാൻസിസ് ആണ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ മാവേലിയായി വേഷമിട്ട് ശ്രദ്ധയാകർഷിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC ഷൺമുഖൻ, സെക്രട്ടറി KN സുനിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.